ഹായ് ഗായ്സ്, ഇനി ചുട്ടിന് ദോശയാണ് കൊടുക്കുന്നത്. അതിനൊപ്പം ക്യാരറ്റും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലവണ്ണം വേവിച്ചിട്ട് മിക്സിയിൽ മാഷ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ദോശമാവായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് സാധാ ദോശ ചുടുന്ന പോലെ ചുട്ടിട്ട് അവന് കൊടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് അവന് വേണ്ടിയിട്ട് ദോശയൊന്നും ചുടാൻ ആർക്കും പറഞ്ഞു തരണ്ടെന്നുള്ളതറിയാം. പക്ഷേ ഇവന് ഞാൻ വെജീസും ഇതേപോലെ എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അവനും തോന്നും. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഹെൽത്തിയാണ്. പിന്നെ അവൻ ക്യാരറ്റും ബീട്രൂട്ട് വെജീസൊക്കെ കഴിച്ചോളും കേട്ടോ. ദെൻ ഞാൻ ഗീ തടവിയിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കുറച്ച് ഞാൻ ഡെയിലി ഒന്നും ഗീ കൊടുക്കാറില്ല കേട്ടോ. കാരണം ഇവിടെയൊന്നും നല്ല ഗീ ഒന്നും കിട്ടാനില്ല. അതാണ്. സോ ഞാനിപ്പം മിൽമയുടെ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല ഗീ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഡെയിലി ഒന്നും ഞാൻ അവന് ഗീ ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഗീയുടെ ടെക്സ്റ്റ് അവന് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഡെക്കറേഷനായിട്ട് നിന്നോട്ടെ വിചാരിച്ചിട്ട് 2 ഉണക്കമുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അട്രാക്റ്റീവ് ആയിക്കോട്ടെ, കണ്ട അവൻ തിന്നാൻ തോന്നണം. അതുകൊണ്ട് പിന്നെ അവന് അധികം അരിഭക്ഷണത്തിനോട് താല്പര്യമില്ല കേട്ടോ. ഇപ്പം ഉച്ചയ്ക്ക് അങ്ങനെ അരിഭക്ഷണത്തിനോട് എന്താ അറിയില്ല. ഇപ്പം കുറച്ചായിട്ട് വയ്യാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അവന് ചെറിയ ചുമയൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അവന് വലിയ താല്പര്യമില്ല. സോ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഫുഡ് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം അവർ ഹെൽത്തി ആയിട്ടൊക്കെ വളരട്ടെ. സോ ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും പറഞ്ഞൊന്നും തരണ്ടല്ലോ. ആളെൻ്റെ കൂടെ അടുക്കളയിൽ തന്നെ ഇരുത്തിക്കുക കേട്ടോ. അപ്പോൾ ചുട്ടിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ വേറെ ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവൻ എൻ്റെ കൂടെ തന്നെ ഇരുത്തും എല്ലായിടത്തും പോകുമ്പോഴും ഒക്കെ. ഇപ്പം ഡൈനിങ് സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവനെ അതിലിരുത്താറാണ് പതിവ്. ഇപ്പം ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ എക്സ്പ്രഷൻ നോക്കാം. കണ്ടപ്പോൾ നല്ല സന്തോഷമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ മുന്തിരിയിലാണ് അവൻ്റെ കണ്ണ്. ചൂടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. മുന്തിരി നുള്ളി പറിക്കാനാണ് ആൾ നോക്കുന്നത്. സോ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അവൻ എടുത്ത് കഴിച്ചോളും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവൻ എടുത്ത് കഴിച്ചോളും. അങ്ങനെ ഞാൻ വായിലിട്ട് കൊടുക്കുന്നതൊന്നും അവൻ അത്ര വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ തന്നെ കഴിച്ചോളും കൈ കൊണ്ടെടുത്തിട്ട് കേട്ടോ. സോ ഇതേപോലത്തെ റെസിപ്പീസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഗൈസ്. താങ്ക് യു.